നമസ്കാരം. ഞാൻ ഒരു സ്കൂട്ടർ മേടിച്ചു. അത് സ്കൂട്ടറല്ല, അതെൻ്റെ 220. TVS ഓർബിറ്ററാണോ? അതുമല്ല. പിന്നെ അത് ഏതാണ് വണ്ടി എന്ന് പറയുന്നതിൻ്റെ മുന്നേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. സാധാരണ പോലെ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ക്രെറ്റയുടെ വൈപ്പർ ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കാനും എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ബോണ്ട് തുറന്നതാ. സ്കൂട്ടറൊന്നും വേണ്ട, പ്രത്യേകിച്ച് പഴയ വണ്ടികളുടെ ആ ഒരു സസ്പെൻഷൻ ഫ്രണ്ടൊന്നും കൊള്ളില്ല. ശരിക്കും ആ വിലയ്ക്കാ തരുമോ? പറ്റിക്കരുത്. ഏതാന്നു ആ പോക്ക് നേരെ പോയിട്ട് പൊക്കിക്കൊണ്ട് വന്ന വണ്ടിയാണിത്. ഈ വണ്ടിയുടെ അന്നത്തെ കോലം ഈ വണ്ടിയുടെ ഇന്നത്തെ കോലം നോക്ക്, എന്താ ഡിഫറൻസ് അല്ലേ? ഓക്കെ, ഇതിലേക്ക് വെറുതെ അങ്ങ് വന്നല്ല, കുറേയധികം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം എന്ന് പറയുന്നത്, വണ്ടി വാങ്ങി വീട്ടിലെത്തിയപ്പോൾ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. അതിനായിട്ട് ഹെഡ്ലൈറ്റ് അഴിച്ചു. അപ്പോഴാണ് മീറ്ററിൻ്റെ കേബിൾ പൊട്ടിയിരിക്കാൻ സാധിച്ചത്. നേരെ കേബിൾ വാങ്ങി, കേബിൾ മാറ്റി, ഒന്നും നടന്നില്ല. കേബിളിലൊന്നും അല്ലാത്ത പ്രശ്നം. അതങ്ങനെ വെച്ചു. വെറുതെ എന്താണ് ഐഡിയ എന്ന് ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് സ്പെയർ പാർട്സ് കടയിൽ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എൻജിൻ എന്ന് പറയുന്ന സാധനം കിട്ടുമെന്ന് മനസ്സിലാക്കിയത്. അത് സ്പ്ലെൻഡറിൻ്റെ ആയിരുന്നു. അങ്ങനെ ഞാനത് വാങ്ങി. അത് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തു. വണ്ടി 0 കിലോമീറ്ററിൽ ഓടിത്തുടങ്ങി. പുതിയ വണ്ടി വാങ്ങിയ പോലെ എന്ന് പറയാം അല്ലേ? ആ ബാക്ക് ലൈറ്റ് LED ആക്കലും അതിൻ്റെ കൂടെ കഴിഞ്ഞിരുന്നു. ഇതാണത്, ഹോണ്ട നാവിയാണോ എന്തും പറയാം. പക്ഷേ ഇത് ഇന്ത്യയിൽ അടപടലം പൊട്ടിപ്പൊളിഞ്ഞ ഒരു വണ്ടിയാണ്. 2017 18 എന്തോട്ടെ BS3 മാറി BS4 വരുന്നു എന്ന് കേട്ടപ്പോൾ വിറ്റയച്ച വണ്ടികളുണ്ട്. അത് BS4 വണ്ടികൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, BS3 രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞപ്പോൾ കിട്ടിയ വിലയ്ക്ക് വിറ്റയച്ച വണ്ടികളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണിത്. അങ്ങനെ പറയുമ്പോൾ അവസാന കാലത്ത് ഹോണ്ടയുടെ വലിയ ബൈക്കുകൾ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നൊരു വണ്ടിയായിരുന്നു ഹോണ്ട നാവി എന്നുള്ളതാണ്. പക്ഷേ ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചാണേ. ഇത് എത്ര രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് തന്ന ആൾക്കത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. നമുക്ക് ആ പ്രൈസിന് കിട്ടാവുന്നതിൽ ഏറ്റവും ഫൺ സ്കൂട്ടറുകളിലൊന്നാണ് ഈ നാവി. അതുകൊണ്ട് വില ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം അറിയണമെങ്കിൽ ക്ലാസിഫൈഡ് സൈറ്റുകളിൽ നോക്കിയാൽ മതി. ചിലയിടത്ത് ഈ സംഗതി കാണാൻ കിട്ടൂല, സെർച്ച് ചെയ്ത് കാര്യമില്ല. പക്ഷേ ചിലയിടത്ത് ഇത് അത്യാവശ്യത്തിനുണ്ട്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് വാങ്ങിയ വിലയ്ക്കാണെന്ന് പലരും ഈ വണ്ടി വിൽക്കുന്നത്. എന്തായാലും ഞാനിത് വാങ്ങിയിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ എന്താണ് മിനി മോട്ടോ എന്നറിയണം. മിനി മോട്ടോ എന്നത് സാധാരണ മോട്ടോർ സൈക്കിളുകളുടെ ചെറിയ രൂപമാണ്. വലിപ്പം കുറവാണെങ്കിലും ഇതൊരു സ്കൂട്ടറല്ല, മോട്ടോർ സൈക്കിളിൻ്റെ സ്വഭാവമുള്ള ചെറിയ ബൈക്കാണ്. ജപ്പാനിൽ ഹോണ്ട മങ്കി, ഹോണ്ട ഡാക്സ്, ഹോണ്ട ഗോറില്ല പോലുള്ള ചെറിയ ബൈക്കുകളിലൂടെയാണ് മിനി മോട്ടോയുടെ ആ ഒരു സംസ്കാരം ആരംഭിച്ചത്. പിന്നീട് കവാസാക്കി, യമഹ, സുസുക്കി എന്നിവരും ഈ വിഭാഗത്തിൽ മോഡലുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇന്ന് മിനി മോട്ടോ എന്ന് പറഞ്ഞൊരു യാത്രാവാഹനം മാത്രമല്ല, ഒരു ഹോബിയാണ്, ഒരു കളക്ടേഴ്സ് ഐറ്റമാണ്, ഒരു കസ്റ്റം ബിൽഡ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ലോകമെമ്പാടും വലിയ ആരാധക വൃന്ദമുണ്ട് ഇതിന്. മിനി മോട്ടോയുടെ പ്രത്യേകത എന്താ? ചെറിയ വീലായിരിക്കും, കുറഞ്ഞ സീറ്റ് ഹൈറ്റ് ആയിരിക്കും, ഭാരം കുറവായിരിക്കും, സിറ്റിയിലൊക്കെ ഓടിക്കാൻ വളരെ എളുപ്പമായിരിക്കും, പാർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും, വലിയ ബൈക്കുകളേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഹോണ്ട മങ്കി അല്ലെങ്കിൽ ഹോണ്ട ഡാക്സ് അല്ലെങ്കിൽ ഹോണ്ട ഗ്രോം, ഈ കൂട്ടത്തിൽ നിന്ന് ഹോണ്ട നാവി വ്യത്യാസപ്പെടുന്നത് സ്കൂട്ടറും മിനി മോട്ടോയും തമ്മിലുള്ളൊരു ഹൈബ്രിഡാണ് എന്നുള്ള നിലയ്ക്കാണ്. നാവി ഇന്ത്യയിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നോക്കിയാലേ, സ്കൂട്ടർ വാങ്ങുന്ന ആൾക്കാർക്ക് ഫുട്ബോൾ വേണം, ബൈക്ക് വാങ്ങുന്നവർക്ക് ഗിയർ വേണം. നാവിക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. അമേരിക്ക, ജപ്പാൻ, തായ്ലൻഡ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ മിനി മോട്ടോ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. മിനി ബൈക്ക് റൈഡ്സ്, ഗ്രൂപ്പ് മീറ്റ്സ്, ക്യാമ്പിംഗ് ട്രിപ്സ്, കസ്റ്റം ഷോസ്, എൻജിൻ ഷാപ്സ്, അഡ്വഞ്ചർ ബിൽഡ്സ്, അങ്ങനെ ചെറിയ ബൈക്ക് കൊണ്ട് കാണിക്കാവുന്നതെല്ലാം അവർ കാണിക്കാറുണ്ട്. ഇനി മിനി മോട്ടോയുടെ ലോകത്ത് ഹോണ്ട മാത്രമല്ല മറ്റു വണ്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, ചില മോഡലുകളെ കുറിച്ച് പറയാം. കവാസാക്കിയുടെ Z125 Pro ഉണ്ട്, ബെനലി TNTയുടെ 135 ഉണ്ട്, CF മോട്ടോയുടെ പാപ്പിയോ ഉണ്ട്, ലിഫാൻ്റെ KP മിനി 150 ഉണ്ട്, സുസുക്കിയുടെ വാൻ 200 ഉണ്ട്, യമഹയുടെ TW200 ഉണ്ട്, കവാസാക്കിയുടെ KSR 110 ഉണ്ട്, ബിഗ്സ്റ്റൺ ക്രോസ്ഫയർ 125 XS ഉണ്ട്. ഓക്കെ, അങ്ങനെ മിനി മോട്ടോയുടെ ലോകത്തെ ബിഗ് 4 എന്ന് വിളിക്കുന്നത് ഹോണ്ടയും കവാസാക്കിയും CF മോട്ടോയും ബെനലിനെയാണ്. നിങ്ങൾ വെറുതെ powersports.honda.com കയറിയിട്ട് മിനി മോട്ടോ കാറ്റഗറി എടുത്താൽ നിങ്ങൾക്ക് അവിടെ കുറച്ചധികം ബൈക്സ് കാണാം. ഗ്രോം ABS, ഗ്രോം SP, ഡാക്സ് 125 മങ്കി, ട്രെയിൽ 125. അതിൻ്റെ കൂടെ കാണുന്ന വണ്ടി നാവിയാണ്. നോക്കി വില നോക്കി, $2199 എന്ന് വെച്ചാൽ നമ്മുടെ 2 ലക്ഷം രൂപ.
ഇത്രയും വിലയുള്ള വണ്ടിയാണോ ഞാൻ 25,000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വെച്ചേക്കണത്? അമേരിക്കയിൽ ഇതൊരു ട്രെൻഡാണ്, കൾട്ടാണെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടക്കുന്നത് അവിടെയാണ്. ഈ വീഡിയോസ് നോക്കിയേ. മിനി മോട്ടോ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് മിക്കവാറും ബൈക്കുകളാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ബൈക്കും സ്കൂട്ടറും ചേർന്നൊരു സങ്കരയിനെ കാണാൻ പറ്റുക. കണ്ടാൽ ചെറിയൊരു ബൈക്ക് പോലെ, പക്ഷേ ഇതിനകത്തുള്ള മെക്കാനിക്കൽസ് എന്ന് പറയുന്നത് ഹോണ്ട ഡിയോയിലും ആക്ടിവയിലുമുള്ള 110 cc എഞ്ചിനും വി ബെൽറ്റും ഒക്കെയാണ്. ഓക്കെ, എന്തായാലും ഇന്ത്യയിൽ പല വണ്ടികളും വിജയിക്കാറില്ല, 8 നില പൊട്ടി തകർന്നു പോകാറുണ്ട്. പക്ഷേ പല മാർക്കറ്റുകളും ഹിറ്റാവാറുണ്ട്. പല എക്സാമ്പിൾ ഉണ്ട്. ജപ്പാനിലെ ജിംനി ഫോർ എക്സാമ്പിൾ, അതിവിടെ തോറ്റു എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിവിടെ അത്യാവശ്യം വിൽക്കുന്നുണ്ട്. എന്നാലും ഇത് ഇവിടെ അടപടലം മൂഞ്ചിപ്പോയ വണ്ടിയാണ്. ഓക്കെ, പക്ഷേ 2025 1.5 ലക്ഷം യൂണിറ്റാണ് ഈ വണ്ടി ഇവിടുന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് കയറ്റി വിട്ടത്. അതിൻ്റെ കാര്യം മനസ്സിലായി. അവിടെ $2,000 ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ആ വിലയ്ക്ക് ഇത് വാങ്ങിയിട്ട് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫണ്ണാണ്, ഫൺ ഫാക്ടറുള്ള വണ്ടിയാണ്. അതായത് റാഡിക്കലായിട്ടുള്ള വണ്ടി എന്നല്ല പറയാൻ പറ്റുക, വിയേഡായിട്ടുള്ള വണ്ടികളോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് ഇന്ത്യക്കാർക്ക് കുറച്ച് കുറവാണ്. പക്ഷേ എനിക്കതുണ്ട്. എനിക്ക് കിയ സിറോസ് ഇഷ്ടമാണ്, എനിക്ക് ജിംനി ഇഷ്ടമാണ്, എനിക്കിത് ഈ വണ്ടി ഇഷ്ടമാണ്, എനിക്ക് പല വണ്ടികളും ഇഷ്ടമാണ്. അതായത് വ്യത്യസ്ത രൂപമുള്ള വണ്ടികളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ പറയുമ്പോൾ ഇവിടെ ഈ ഒരു പെഡലില്ല. ഇത് ഈ പെഡൽ എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് മാത്രമാണ്. പകരം ഇവിടെ ഒരു ഫുഡ് പെഡൽ വന്നിട്ടുണ്ട്, അത് നമുക്കില്ല. ഈ വണ്ടി വാങ്ങുമ്പോൾ ഇങ്ങനെയല്ല. ഈ വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ കോലം എന്ന് പറയുന്നത് വേറൊരു കോലമാണ്. ഇതിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ അപ്സൈഡ് ഡൗൺ ടെലസ്കോപ്പിക് ഫോർക്കാണ്. പക്ഷേ ഇതിനകത്ത് ഓയിലില്ല, സ്പ്രിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്യുവർ മെക്കാനിക്കലായിട്ടുള്ള ഷോക്ക് അബ്സോർബർ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് നമുക്ക് കുറവായിരിക്കും. ഈ സാധനങ്ങളല്ലോ, ഈ വിൻഷീൽഡ്, ഈ കിടുതാപ്പ്, ആ താഴെ കാണുന്ന ആ ക്രാഷ് ഗാർഡ്, ഇതൊക്കെ ഞാനൊരു തേർഡ് പാർട്ടിയുടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. പിന്നെ ഈ അലോയ് വീൽസ് എന്ന് പറയുന്നത് മാസ്ട്രോടെയാണ്. ഈ വണ്ടിയുടെ സ്റ്റീൽ വീൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ സ്റ്റീൽ വീലും അലോയ് വീലും നമ്മളുടെ വെയിറ്റ് ഭാര വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 800 ഗ്രാമോളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ഭംഗി, ഇതാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടുക. അതിൻ്റെ കൂടെ ഞാൻ വണ്ടി വാങ്ങിയത് സെക്കൻഡ് എനിക്ക് എന്തായാലും കിട്ടുമല്ലോ, അങ്ങനല്ല പറഞ്ഞത്. ആദ്യം വാങ്ങുന്ന ആൾക്ക് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധനം വെച്ചു. ഇത് വെക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മിക്കവാറും ആദ്യം കൊണ്ട് സ്കൂളിൽ പോകാനാണ്. അപ്പോൾ അവൻ്റെ ബാഗ് തൂങ്ങി കിടക്കണ്ട, ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെച്ചാണ്. ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ഹാൻഡിലിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത് ഇത് ഇൻസുലേഷൻ ടാപ്പാണ് കറപ്പാക്കാനായിട്ട്. ഇവിടെ ഫ്യൂൽ ടാങ്ക് തുറക്കുന്ന സ്പ്ലെൻഡറിൻ്റെ പോലെയാണ്. മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ മീറ്റർ ശരിയാക്കി. സ്റ്റിൽ ഒരു 7 കിലോമീറ്റർ സ്പീഡിൻ്റെ ഒരു എറർ ഉണ്ട്. 60 പോകുമ്പോൾ GPS കാണിക്കുന്നത് 67. അപ്പോൾ മീറ്ററിൽ 70 ആവേണ്ട സമയത്ത് 60 കാണിക്കുന്നത്. കാരണം സ്പ്ലെൻഡറിൻ്റെ യൂണിറ്റാണ്. ആ യൂണിറ്റിന് മാറ്റാനായിട്ട് അന്വേഷിച്ചപ്പോൾ മീറ്റർ മൊത്തം വാങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പാനൽ പെയിൻ്റ് അടിച്ച കഥയുണ്ട്. പെയിൻറ്റിങ് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തെളിയിച്ചു തന്ന വണ്ടി ഇതല്ല. എനിക്കിതുപോലെ ഇഷ്ടമുള്ളൊരു കുഞ്ഞൻ വണ്ടി ഉണ്ടായിരുന്നു. അത് ടാറ്റ നാനോ ആണ്. ഒരു വെള്ള നാനോ 2012 മോഡൽ പെയിൻ്റ് അടിച്ച കഥ ഫെയിൽഡ് കാർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ യൂട്യൂബിലിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇടുന്നില്ല, കാരണം 2 ഇടുന്നില്ല, ലോജിക്കില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു അട്ടർ ഫെയിലർ ആയിരുന്നു. കാരണം പെയിൻ്റ് അടിക്കാൻ വേണ്ടത് ക്ഷമയാണ്, അത് നമുക്കില്ല. പിന്നെ പ്രൈമർ ഉണങ്ങണം, ഉരയ്ക്കണം, ഓക്കെ, ടൂ മച്ച് വർക്ക്, എൻ്റെ ആവശ്യമില്ല. സോ ഞാൻ ഈ പാനലുകൾ അഴിച്ചെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ചുവന്ന പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു ഇത്തിരി ഒലിച്ചിറങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു തുണിയെടുത്ത് തുടച്ച് നശിപ്പിച്ച്. പിന്നെ പെയിൻറ്റ് റിമൂവർ വാങ്ങി കൈയും കാലൊക്കെ പൊള്ളിച്ചത് മുഴുവൻ സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞ് ഒന്നേം തുടങ്ങി. അങ്ങനെ തുടങ്ങി ഞാൻ പ്രൈമറൊക്കെ അടിച്ച് ശരിയാക്കി വെച്ചു. പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പെയിൻ്റ് അടിച്ച് വെച്ചപ്പോൾ എന്ത് പറ്റി? മഴ പെയ്തപ്പോൾ വെള്ളത്തുള്ളികൾ അതിൻ്റെ മുകളിൽ വീണു. ഓട്ടയായിട്ട് അത് നാശമായിപ്പോയി പറഞ്ഞാൽ പിന്നെ ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വീണ്ടും പ്രോസസ്സൊക്കെ വീണ്ടും ആവർത്തിച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഉണക്കാൻ വെച്ചു. ഇത് പ്ലാസ്റ്റിക് അല്ലേ, അത് വെയിലത്തിരുന്ന് അവിടെ മഴ മാറി വെയിലത്തിരുന്നത് പൊള്ളച്ച് നാശമായി പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പെയിൻറ്റിങ് ഇല്ല, നമുക്ക് പെയിൻറ്റിങ് വേണ്ട എന്ന് കരുതി ഞാൻ ഹോണ്ടയിൽ പോയിട്ട് ഇത് ഓർഡർ ചെയ്തു. 1000 രൂപയുടെ 1050 രൂപയുടെ പാനലിന് വേണ്ടി ഞാൻ 2500 രൂപ പെയിൻ്റ് അടിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാമല്ലോ കാര്യങ്ങൾ. എന്തായാലും പെയിൻറ്റിങ് എനിക്ക് പറ്റിയ പണിയല്ലാതെ മനസ്സിലാക്കി തന്നൊരു വണ്ടിയാണ് ഹോണ്ട നാവി എന്നുള്ളതാണ്. ഓൾറെഡി നാനോ ചെയ്തൊരു കാര്യം വീണ്ടും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ശ്രമിച്ചാലല്ലേ പരാജയപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ വണ്ടി ഞാൻ ഫുള്ളായിട്ട് സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വീല് മാറിയിട്ടുണ്ടായിരുന്നു. ഈ സീറ്റ് അയച്ച് അതിനകത്ത് അടിയിലുള്ള ബാറ്ററി കൊണ്ട് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ അറിയാം. അതിന് കാരണം US അല്ലെങ്കിൽ അമേരിക്കയിലെ നാവി ഫാൻസാണ്. അവരിതുകൊണ്ട് ചെയ്യാത്ത മോഡിഫിക്കേഷൻസ് ഇല്ല, ഇതുകൊണ്ട് കാണിക്കാത്ത ഫണ്ണുകളില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇൻസ്പയർ ചെയ്യും. ഈവൻ ഡിസ്ക് ബ്രേക്ക് വെച്ച് നാവി ഉണ്ട് അവിടെ, പക്ഷേ നമുക്കതുകൊണ്ട് വാങ്ങാൻ കിട്ടില്ല. ഞാൻ ഒരു അഡ്വഞ്ചർ കിറ്റിൻ്റെ വൈസർ നോക്കിട്ടോ, $2,000 വണ്ടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അവിടുത്തെ വില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു $140. അതായത് ഏറെക്കുറെ ഇവിടുത്തെ 14,000 രൂപ വരും. അത്രയും വണ്ടിയുടെ വിലയേക്കാൾ കൂടാണ് ആക്സറീസിൻ്റെ വില. പക്ഷേ കിട്ടാനുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ ഹോണ്ടയുടെ ഒരു പ്രത്യേകത, ഹോണ്ട സ്കൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഓർഡർ ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിൽ 10 ഇഞ്ചും ഫ്രണ്ടിൽ 12 ഇഞ്ചാണ് ഒരു വീല്. ജിംനി ഒരു ചെറിയ ഓഫ് റോഡായിട്ടുള്ള 4 വീലറാണ്. നാവി ഒരു
ടു വീലറായിട്ടുള്ള ഓഫ് റോഡറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മഡ് ഗാർഡ് ഞാൻ മാറി. ഇത് ആക്റ്റീവയുടെ ബാക്കിലെ മഡ് ഗാർഡാണ്. അതുകൊണ്ട് തന്നെ വലിയ ടയർ ഇടാം. ഞാൻ ടയർ ഇട്ടിട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ ബഡ്ജറ്റ് ഓവറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മെല്ലെ ഇടാമെന്ന്. പിന്നെ ഇതിന് സിംഗിൾ ഷോക്കാണ്. ഓക്കെ, ഹോണ്ട മോണോഷോക്കിൻ്റെ ടീമാണ്. ഇതിന് മോണോഷോക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കാണാം. ആകെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു വി ബെൽറ്റ്, ഒരു എഞ്ചിൻ, അത്രേ ഉള്ളൂ. അതായത് ഇവരുടെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മിനി മോട്ടോ ആണ് ഹോണ്ട നാവി, അല്ലെങ്കിൽ ഹോണ്ട നാവി എന്നുള്ളതാണ്. ഈ ഹാൻഡിലിൽ ഇവിടെ ഒരു വടി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറേ സംഗതികളൊക്കെ ആൾക്കാർ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകളൊക്കെ ഹോണ്ട ഷൈൻ്റെ ആണ്. ഇതാ ഹോണ്ട ഷൈനിലെ ഷെയറിംഗ് പാർട്സ് ആണ്. മീറ്റർ സിമ്പിളായിട്ടുള്ള മീറ്ററാണ്. അങ്ങനെ പറയുമ്പോൾ അമേരിക്കൻ നാവിയിൽ ഫ്യൂൽ മീറ്റർ ഉണ്ട്. ഈ മീറ്ററിനകത്തെ മെക്കാനിസം സ്റ്റക്കായിരുന്നു, ഒന്നും വർക്കില്ലായിരുന്നു. അപ്പോൾ ഞാനത് അഴിച്ചിട്ട് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൻ്റെ 340 രൂപ കൊടുത്ത് ആ മീറ്റർ വാങ്ങി. മീറ്റർ റിപ്ലേസ് ആണ്. എൻ്റെ ഒരു കണക്കൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ വീലിലെ ആ ഒരു പിന്നിനാണല്ലോ മാറ്റം വരിക. ആ മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടെ സ്പീഡിൽ ഡിഫറൻസ് വരില്ല എന്നായിരുന്നു. പക്ഷേ അവിടെ തെറ്റിദ്ധാരണ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആ ഒരു 7 കിലോമീറ്റർ സ്പീഡിൻ്റെ വ്യത്യാസം വരാൻ കാരണം ഈ മീറ്റർ തന്നെയാണ്. നാവിയുടെ അകത്ത് കിടതാപ്പ് കിട്ടും നോക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഒരു റൈഡിംഗ് പോസ്റ്റർ ഒന്ന് ഇങ്ങോട്ടാക്കി അത് ഓടിക്കാൻ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ക്ലെവറായിട്ടുള്ള സംഗതി കൂടി അതിനകത്ത് കണ്ടിട്ടുണ്ട്. അത് ഈ സീറ്റിനടിയിലാണേ. ഈ സീറ്റിനടിയിൽ നമ്മളിത് തുറക്കുമ്പോഴേ ഇവിടെ ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മളിത് ഈ ഒരു സംഗതി വെച്ചിട്ട് ഈ സീറ്റ് അടച്ചാൽ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഹെൽമെറ്റ് സീറ്റ് അയക്കാണ്ട് എടുക്കാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമാണ്. ദൂരം ബുദ്ധിമുട്ടാണ് എന്നാലും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, ഒരു ചെറിയ ഒരു ആംഗിളിട്ട് പൊക്കിയാൽ മതി. പക്ഷേ ഞാൻ പൊക്കുന്നില്ല. ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. അന്ന് വന്ന കിറ്റാണ്, യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ അവിടെ ഉണ്ട്. ഒരു ടൂൾ കിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ഒരു ട്രേ കാണാം. ഈ ബാറ്ററിയുടെ ഉരുമ്പോൾ ബാറ്ററി ഉണ്ടോ, അതാണ് എൻ്റെ ബാറ്ററി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനിത് തിരിച്ച് വിറ്റുമ്പോഴേ ബാറ്ററിയുടെ ടൈറ്റ് ഞാൻ മറന്നു കേട്ടോ. മാൻ, ഇത് ഓടിക്കാനേ അൾട്ടിമേറ്റ് ഫണ്ണാണേ. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഓടിക്കാവുന്ന വണ്ടിയാണ്. ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ ഇതിൻ്റെ ചെറുപ്പം കണ്ടിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞാൽ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു വണ്ടിയുടെ മൂല്യം എന്ന് പറയുന്നത് അത് എന്തിന് കൊള്ളാം എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. അല്ലാണ്ട് വെറുതെ ഒരു വണ്ടി കാണുമ്പോൾ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. നമ്മൾ ജിംനിയെ ആളുകൾ ചെയ്ത പോലെ, അതുപോലെ ജിംനി ചെയ്യുന്ന ആളുകൾ തന്നെ ജിപ്സി കണ്ടിട്ട് അയ്യോ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഉടായിപ്പാം. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത് ഓടിക്കാൻ രസമാണ്. ഇതിൻ്റെ ഒരു കാട്ടായം കൊള്ളാം. പിന്നെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. ഞാൻ പറയുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡ് പോകും? ഒരു 60 കിലോമീറ്റർ ഓർബിറ്റർ പോകുമായിരിക്കും. അല്ലെങ്കിൽ ഒരു iQube ഒരു 80 കിലോമീറ്റർ പോകുമായിരിക്കും. അതൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഓടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയല്ല, വെറുതെ ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കാൻ. അതായത് ഒരു വണ്ടി വേണം, വെറുതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഒരു വണ്ടി വേണമെന്നാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. നല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് മേടിക്കാനായിട്ട് യൂസ്ഡ് വണ്ടിയെ പറ്റുള്ളൂ. ഇത് പുതിയത് മേടിക്കാൻ പറ്റില്ല, കാരണം പുതിയത് അവൈലബിൾ അല്ല. അത് മാത്രമല്ല, ഇവരുടെ മിനിമോട്ടോ എന്ന് പറഞ്ഞ സംഗതി ഇന്ത്യയിൽ അത്ര വലിയ ഹിറ്റല്ല. അത് ഹിറ്റായ അമേരിക്കയിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത് ഹിറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ ഒരു മാർക്കറ്റും കുറവാണ്. പക്ഷെ ഞാൻ പലയിടത്തും കണ്ടു. ഇപ്പോൾ ഞാൻ റെഡ് കാർ തിയറി പറയുന്ന പോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം നാവി മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ നാവിയുടെ ഒരു നമ്മളിത് ഓടിച്ചു തുടങ്ങിയപ്പോൾ നമ്മളിത് കാണുന്നുണ്ട് കുറേ അധികം. ഇന്നലെ ഞാൻ നോർത്തിലൊരു വണ്ടി കണ്ടു. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വെള്ള വണ്ടി കണ്ടു. പല കളറുകളുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ അഡ്വഞ്ചർ കിറ്റൊക്കെ അന്ന് ഫേമസ് ആയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അഡ്വഞ്ചർ കിറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാത്തിൻ്റെയും വില കയറിയ പോലെ ഈ ഒരു വണ്ടിയുടെ സാധനങ്ങളുടെയും വില കയറിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എനിക്കിത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ഞാനിത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു കുറച്ചായിട്ട്. അതായത് അമേരിക്കയിൽ ഹിറ്റ് ആയതിനു ശേഷം നമ്മുടെ ഫീൽഡിൽ ഇന്റർനാഷണൽ വ്ളോഗേഴ്സിൻ്റെ ഇന്റർനാഷണൽ വണ്ടികളുടെ വീഡിയോ വരുന്ന കൂട്ടത്തിൽ കുറേ അധികം നാവികളുടെ വീഡിയോ വന്നു. അപ്പോൾ ഇത് എവിടെ കിട്ടും എന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ നമ്മുടേതായ സുഹൃത്തിൻ്റെ തന്നെ വണ്ടി വിൽക്കാൻ OLX ഇട്ട് കണ്ടത്. അപ്പോൾ ഞാൻ നേരെ വിളിച്ചു ചോദിച്ചു, ഇത് എനിക്ക് തരുമോ ചോദിച്ചു. പുള്ളി പറഞ്ഞ വിലയേക്കാളും 5000 രൂപ കുറച്ചാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു നിനക്കായതുകൊണ്ട് തരാം, സീനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി മേടിച്ചാണ്. മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ബഗ് മൈൻഡിൽ കയറുന്നത്. റീസ്റ്റോർ ചെയ്തേക്കാം എന്ന് തോന്നിയത്. അങ്ങനെ റീസ്റ്റോർ ചെയ്തു, സെറ്റപ്പ് ആക്കി. ഇപ്പോൾ ദാ ഡെയിലി ഇതൊരു കുറച്ച് ദൂരം, ഒരു 5-6 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും വലിയ കുഴപ്പമില്ലാതുകൊണ്ട്. കാരണം ഇതിൻ്റെ അലോയിലൊക്കെ മാറിയപ്പോൾ, അലോയിലായപ്പോൾ വെയിറ്റ് കുറച്ചുകൂടി കുറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റീൽ വീൽ അല്ലെങ്കിൽ അൺസ്പ്രങ് മാസ് കൂടുതലാകുമ്പോൾ മൈലേജ് കുറയുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതാണ്. അപ്പം ഇതുകൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കാനും ഇതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാനും എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഫണ്ണി സ്കൂട്ടറാണ് എന്നുള്ളതാണ്. സ്കൂട്ടർ വാങ്ങണം എന്നുള്ള ആഗ്രഹം നാവി കൊണ്ട് അങ്ങ് തീർത്തു എന്നാണ് ഞാൻ പറയുന്നത്. ആ ചളി കൂടെ ഒക്കെ ഒന്ന് ഓടിച്ചോക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം വേറെ നല്ല, ഞാൻ വെള്ള പാൻ്റായിട്ടാണത്, നശിപ്പിക്കാൻ വയ്യ. പിന്നെ ഈ വണ്ടി എനിക്ക് കഴുകാനും വയ്യ.
അതായത് നമുക്ക് എത്ര ഫൺ ഫാക്ടർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫണ്ണായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ആക്റ്റീവയുടെ പാർട്സ് ആണ്. ഇപ്പോൾ നാവി എന്ന് പറയുന്ന ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവയുടെ എഞ്ചിനാണ്. ആക്റ്റീവയുടെ ഗിയർ ബോക്സ്, ക്ലച്ച് ഒക്കെ ആക്റ്റീവയുടെ ആണ്. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ CVT, പിന്നെ മീറ്റർ കേബിൾ ആക്റ്റീവയുടെ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് എല്ലാ സാധനവും നമുക്ക് മേടിക്കാൻ കിട്ടും എന്നുള്ളത് തന്നെയാണ്. മേടിക്കാൻ കിട്ടുന്നത് മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ചില പാർട്സുകൾ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഈ പാനൽ മൊത്തം ഞാൻ 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് അറിയാം കൊച്ചിയിലെ ഭവാനി ഹോണ്ട എന്ന് പറയുന്ന ഷോറൂമുകാർ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ എന്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് മനസ്സിലായി. ചിലപ്പോൾ ഞാൻ ഇതിന്റെ ഫ്യൂൽ മീറ്റർ അടക്കമുള്ള മീറ്ററൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിലാകെ 3-4 ലിറ്ററാണ് ഫ്യൂല്. അത് റിസർവും ഉണ്ട്. അപ്പൊ റിസർവ് നമുക്ക് ആക്കി കഴിയുമ്പോൾ അത് എണ്ണ അടിച്ചാൽ മതി എന്നുള്ള പോയിന്റിലുണ്ട്. പഴയ ഓൾഡ് സ്കൂൾ സിസ്റ്റം ആയതുകൊണ്ട് അത് മീറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ E20 എന്ന് പറയുന്ന ഫ്യൂലാണോ അത് കുറെ കാലം വണ്ടി ഓടാതിട്ടാണോ എനിക്കറിയില്ല. ഇതിന് എന്തായാലും നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫ്യൂവലിന്റെ കോക്ക് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി അകത്ത് പോയി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു. പക്ഷെ എടുത്തു, വേറെ കോക്ക് വെച്ചു. അതിന് 145 രൂപ എങ്ങോട്ട് ആയുള്ളൂ. അപ്പൊ അതൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്ത കാര്യമാണ്. എന്തായാലും ഒരു മിനി മോട്ടോ ഇന്ത്യയിൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. പണ്ട് കബ്ബൊക്കെ പോലെയുള്ള MIT ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആക്രി വിലയ്ക്ക് 1500 രൂപയ്ക്ക് വിറ്റപ്പോൾ അന്ന് ഞാൻ മനസ്സിലോർത്താണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വണ്ടി എനിക്ക് കിട്ടും, എന്തെങ്കിലും കിട്ടുമെന്ന്. അതിപ്പോൾ ഈ നാവിയായിട്ട് എനിക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ ഇതാണ് നാവിയുടെ ഒരു ചെറിയ കഥ എന്ന് പറയുന്നത്.